ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ചില ദിവസങ്ങളിൽ മാവ് കുറച്ചുണ്ടാവുള്ളൂ അല്ല, രാവിലെ ടിഫിന് നോക്കുമ്പോൾ മാവ് തികയാതെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിരിക്കും. എല്ലാവരും കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ദോശയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ കഴിക്കാനായിട്ട് കപ്പലണ്ടി ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരട്ടെ. ഒരു വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സവാള നീളത്തിലരിഞ്ഞതാണ്. അത് തിന്നായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. നമ്മളിത് എന്തായാലും അവസാനം അരച്ചെടുക്കാനാണ് പോകുന്നത്. ഇനി സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല പഴുത്ത തക്കാളി, ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതിലേക്ക് ചേർക്കുന്നത് മുളകിന് വേണ്ടിയിട്ട് അവരവരുടെ ഇഷ്ടാനുസരണം എരിവ് ചേർക്കാം. ഞാനിവിടെ ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി മല്ലിയിലയാണ്. മല്ലിയില ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ഇതിൽ മല്ലിയിലയുടെ തണ്ടാണ് അധികം ഉള്ളത്. അതിൻ്റെ ഇലയൊക്കെ ഞാൻ വേറെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ ശരിക്കും മല്ലിയില തന്നെ എടുത്ത് വെക്കൂ. ഈ മല്ലിയിലയുടെ തണ്ടൊക്കെ ഒന്ന് വാടുന്ന വരെ ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കപ്പലണ്ടി ചേർക്കുന്നത്. ഇത് ഞാൻ 1 കപ്പ് കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ചേർക്കുന്നത്. ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുളിയാണ്. പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസിലുള്ള പുളിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട്. തേങ്ങ ഞാൻ പീസായിട്ടാണ് കൊത്തിയെടുത്തിരിക്കുന്നതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ശർക്കര പൊടിച്ചതാണ്. ഈ ടേസ്റ്റൊക്കെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മധുരം ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് ചൂടാറാൻ വയ്ക്കും. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്കിനി ദോശയുടെ പണി നോക്കാം. ദോശയ്ക്ക് ഞാൻ മാവ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ദോശമാവ് നമ്മുടെ ഇഡ്ഡലി ദോശയ്ക്കില്ല, അതിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. ഇത് തികയില്ല, ഞങ്ങൾ 4 പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ദോശ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ 2 കപ്പ് ദോശമാവിലേക്ക് ഞാൻ 1 കപ്പ് റാഗി പൗഡറാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ദോശയുടെ പരുവത്തിൽ കലക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പൊക്കെ നോക്കിയിട്ട് കലക്കി എടുക്കുക. ഇത് ഫെർമിനേറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവ് ഓൾറെഡി ഫെർമിനേറ്റ് ആയതാണല്ലോ. അപ്പോൾ പിന്നെ ഇത് വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശയുടെ പരുവത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ദോശക്കല്ലിലിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ആദ്യം എല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം ഇത് വെള്ളം ചേർക്കാതെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് ചട്നിയുടെ പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ചട്നി താളിക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് താളിച്ചിട്ട് ഈ ചട്നിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ചുട്ടെടുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ച് കൊടുത്ത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ചുറ്റും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇട്ട് കൊടുക്കാം. നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം 1 നിമിഷം നേരം ഇത് മൂടി വെച്ച് കൊടുക്കാം. റാഗി ഇട്ടതുകൊണ്ട് ഒന്ന് വേഗണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കത് 1 നിമിഷം നേരം മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഒരു നിമിഷം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ റാഗി ദോശയും കപ്പലണ്ടി ചട്നിയും റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ കോമ്പിനേഷനാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. റാഗിയിൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ പാടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്പി ആയിരിക്കണോണ്ട് നല്ല പോലെ കഴിച്ചോളും, മടി കൂടാതെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.